ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഇന്ന് റിലീസ് ചെയ്തതും പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതുമായ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാളം മൂവിയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. കർണിക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂൺ മാസം 6-ാം തീയതി, അതായത് നാളെ, ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് പിന്നെ ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ജാട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സണ്ണി ഡിയോളൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഹിന്ദി, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തമിഴ് ഡബ്ഡ് വേർഷന് പിന്നെ അടുത്ത് തന്നെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ജിഗൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. പാരീസ് ഇൻ ബാലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. പെല്ലി കാനി പ്രസാദ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ അക്കൗണ്ടന്റ് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ചൈനീസ് മൂവിയാണ്. ഹൈ ഫോഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ചൈനീസ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ചൗര്യപാത എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയാണ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജൂൺ മാസം 6-ാം തീയതി, അതായത് നാളെ, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി. ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്തായിട്ട് ഈ ഒരു സിനിമ അതിന് മുമ്പേ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ഇപ്പോൾ തിയേറ്ററിൽ നെറസാസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഹിന്ദി മൂവിയാണ്. ബുൾചക് മാഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസിന് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ നല്ല പ്രേക്ഷക പ്രതികരണമാണ് ഈ സിനിമ നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നല്ലൊരു കളക്ഷൻ നേടി ഈ സിനിമ വിജയത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 8 ആഴ്ചകൾക്ക് ശേഷമേ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പെട്ടെന്ന് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ബുൾചക് മാഫ് എന്ന് പറഞ്ഞ സിനിമ മിക്കവാറും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് റിലീസായിട്ട് വന്നേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൺഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സിനിമ വരാതിരിക്കില്ല എന്നാണ് പിന്നെ റിപ്പോർട്ടുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ബുൾചക് മാഫ് തന്നെയായിരിക്കും സർപ്രൈസ് റിലീസ് എന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും സിനിമകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇല്ലാതിരിക്കില്ല. ആലപ്പുഴ ജിംഖാന സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നു പറഞ്ഞ് ഒരു ഫേക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിരുന്നു സോണി ലീവ് വഴി. പക്ഷേ പലരും കമൻറ്റ് ബോക്സ് ചോദിക്കുന്നുണ്ട്, ഈ സിനിമ റിലീസ് ചെയ്തില്ലേ, സോണി ലീവ് അല്ലേ ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ സോണി ലീവ് ആണോ ആമസോൺ പ്രൈം ആണോ എന്നുള്ളത് ഇതുവരെ ഉറപ്പാക്കപ്പെട്ടിട്ടില്ല. ആമസോൺ പ്രൈം ആണ് കൂടുതൽ ചാൻസ് എന്നുള്ളതാണ്. ആമസോൺ പ്രൈം ആണെങ്കിൽ തന്നെ ഈ ഒരു സിനിമ എന്തായാലും സർപ്രൈസ് റിലീസായിരിക്കും ആമസോൺ പ്രൈമിൽ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ആലപ്പുഴ ജിംഖാനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.